ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രേസ് വെർബ് പാർട്ട് 1 ആണ്. അഥവാ ഗീവ് വെച്ചിട്ടും പുട്ട് വെച്ചിട്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രേസ് വെർബ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അവയുടെ മീനിങ്ങും അവ സെൻറ്റൻസിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രേസ് വെർബ്സ് വിത്ത് ഗീവിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രേസ് വെർബ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ഗീവ് എവേ. ഇതിൻ്റെ മീനിങ് വരുന്നത് ടു ഡൊണേറ്റ് ഓർ റിവീൽ എ സീക്രറ്റ്. അതായത് ഒരു രഹസ്യം മറ്റൊരാളോട് അറിയിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ് ഗീവ് എവേക്ക് വരിക. എക്സാമ്പിൾസ് നോക്കാം. ഷീ ഗേവ് അവേ ഹർ ഓൾഡ് ക്ലോത്ത്സ്. അവളുടെ പഴയ വസ്ത്രങ്ങൾ വേറൊരാൾക്ക് ഡൊണേറ്റ് ചെയ്തു. രണ്ടാമത്തെ എക്സാമ്പിൾ, ഹീ ഗേവ് അവേ ദ എൻഡിങ് ഓഫ് ദ സ്റ്റോറി. അതായത് ഒരു സ്റ്റോറിയുടെ എൻഡിങ് അവൻ റിവീൽ ചെയ്തു എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ രണ്ട് രീതിയിൽ ഗീവ് അവേ വരാം, ടു ഡൊണേറ്റ് ഓർ റിവീൽ എ സീക്രട്ട്. നെക്സ്റ്റ് വൺ, ഗീവ് ബാക്ക്, ടു റിട്ടേൺ സംതിങ്. അഥവാ ഗീവ് ബാക്ക്, അത് പറയുമ്പോൾ തന്നെ നമുക്ക് മീനിങ് മനസ്സിലാവും. എന്തെങ്കിലും ഒരു വസ്തു മേടിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അത് തിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു മീനിങ് ആണത്. പ്ലീസ് ഗീവ് ബാക്ക് ദ നോട്ട്ബുക്ക് ടുമാറോ. നാളെ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, എൻ്റെ നോട്ട്ബുക്ക് തിരിച്ചു തരിക എന്നുള്ള മീനിങ് ആണ്. നെക്സ്റ്റ് വൺ, ഗീവ് ഔട്ട്, ടു ഡിസ്ട്രിബ്യൂട്ട് എന്നുള്ളതാണ് ഗീവ് ഔട്ടിൻ്റെ മീനിങ്. സോ ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, വിതരണം ചെയ്യുക. ദേ ഗേവ് ഔട്ട് ഫ്രീ സാമ്പിൾസ് അറ്റ് ദ മാൾ. അതായത് ആ മാളിൽ അവരെന്തായി, ഫ്രീ സാമ്പിൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ള മീനിങ് ആണ്. നെക്സ്റ്റ് വൺ, ഗീവ് അപ്പ്, ടു സ്റ്റോപ്പ് ട്രൈയിങ് ഓർ ക്വിറ്റ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ ഗീവ് അപ്പ് ചെയ്ത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫ്രേസ് വെർബാണ് അല്ലേ. അതായത് ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ എന്താവുക, അതിൽ നിന്ന് സ്റ്റോപ്പ് ട്രൈയിങ്, അതായത് അത് കിട്ടുന്നത് പ്രയത്നിക്കുന്നത് നിർത്തുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ള മീനിങ് ആണ്. സോ എക്സാമ്പിൾ, ഡോണ്ട് ഗീവ് അപ്പ്, യു ആർ ഡൂയിങ് വെൽ. നിങ്ങൾ നിരുത്സാഹപ്പെടരുത്, നിർത്തരുത്, നിങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട്. ഹി ഗേവ് അപ്പ് സ്മോക്കിംഗ് ലാസ്റ്റ് ഇയർ. അവൻ സ്മോക്കിംഗ് കഴിഞ്ഞ വർഷം നിർത്തി. ഗീവ് ഇൻ, ടു ഫൈനലി എഗ്രി ഓർ സറണ്ടർ. അതായത് ഒരു കാര്യത്തിനോട് കുറേ നേരത്തെ വാദത്തിന് ശേഷമോ അങ്ങനെ എഗ്രി ചെയ്യുക അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുക എന്നുള്ള മീനിങ് ആണ് ഗീവ് ഇൻ. ഷീ റിഫ്യൂസ്ഡ് അറ്റ് ഫസ്റ്റ് ബട്ട് ഗേവ് ഇൻ ലേറ്റർ. ആദ്യം അവൾ റിഫ്യൂസ് ചെയ്തു, പക്ഷേ പിന്നീട് അതിനോട് എഗ്രി ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ, ഗീവ് ഓഫ്, ടു പ്രൊഡ്യൂസ്. അത് ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് സ്മെല്ലാവാം, ഹീറ്റ് ആവാം, ലൈറ്റ് ആവാം. ദ ഫ്ലവേഴ്സ് ഗീവ് ഓഫ് എ ലവ്ലി സ്മെൽ. അതായത് ആ പൂക്കൾ നല്ല ഒരു മണം പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഗീവ് ഓഫ് മീൻസ് പ്രൊഡ്യൂസ്. ഗീവ് ഔട്ട്, ടു സ്റ്റോപ്പ് വർക്കിംഗ്. അതായത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് നിർത്തുക. അതായത് മെഷീൻസ് ആവാം, പീപ്പിൾ ആവാം. മൈ ഫോൺ ബാറ്ററി ഗേവ് ഔട്ട് ഡ്യൂറിങ് ദ ട്രിപ്പ്. ആ ട്രിപ്പിൻ്റെ ഇടയിൽ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി പ്രവർത്തനം നിന്നു എന്നുള്ള മീനിങ് ആണ്, സ്റ്റോപ്പ് വർക്കിംഗ്. സോ ഇനി നമുക്ക് ഫ്രേസ് വെർബ്സ് വിത്ത് പുട്ട് വെച്ചിട്ടുള്ളത് നോക്കാം. പുട്ട് ഓൺ, ടു വിയർ എന്നുള്ളതാണ് പുട്ട് ഓണിൻ്റെ മീനിങ്. പുട്ട് വെച്ചിട്ടുള്ള ഫ്രേസ് വെർബ് സാധാരണയായിട്ട് PSC എക്സാമിൻസിനായാലും USS പോലുള്ള എക്സാമുകൾക്കായാലും റെഗുലർലി ചോദിച്ച് കാണുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫ്രേസ് വെർബാണ് പുട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രേസ് വെർബ്സ്. അപ്പം നന്നായി മനസ്സിലാക്കുക. പുട്ട് ഓൺ മീൻസ് വിയർ. വിയർ എന്ന് പറഞ്ഞാൽ ധരിക്കുക. പുട്ട് ഓൺ ഹെർ ജാക്കറ്റ്, അവളുടെ ജാക്കറ്റ് ധരിച്ചു. ദെൻ നെക്സ്റ്റ് വൺ, പുട്ട് ഡൗൺ, ടു പ്ലേസ് സംതിങ് ഓൺ എ സർഫേസ്. എവിടെയെങ്കിലും താഴെ വെക്കുക എന്നുള്ളൊരു മീനിങ് ആണ് പുട്ട് ഡൗൺ. പുട്ട് ദ ബാഗ് ഡൗൺ ദർ. പുട്ട് ദ ബാഗ് എന്നുള്ളതല്ല, ബാഗ് എന്നുള്ളതാണ് കേട്ടോ വരിക. പുട്ട് ദ ബാഗ് ഡൗൺ ഹിയർ. ആ ബാഗ് ഇവിടെ വെക്കൂ എന്നുള്ള മീനിങ് ആണ്. പുട്ട് അപ്പ്, ടു ഹാങ് ഓർ പ്ലേസ് സംതിങ് ഹയർ. കുറച്ച് മുകളിലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഹാങ് ചെയ്യുക അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുന്നതിനാണ് പുട്ടപ്പ് എന്ന് പറയാം. ദേ പുട്ടപ്പ് എ പിക്ചർ ഓൺ ദ വാൾ. അവർ ആ ചുമരിൽ ഒരു പിക്ചർ ഹാങ് ചെയ്തു എന്നുള്ള മീനിങ് ആണ്. സോ പുട്ട് ഓഫ്, ടു പോസ്റ്റ്പോൺ. പുട്ട് ഓഫ് ഒരുപാട് എക്സാംസിന് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഫ്രേസ് വെർബാണ് പുട്ട് ഓഫ്. പോസ്റ്റ്പോൺ, അതായത് നീട്ടി വെക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. സോ വി ഹാഡ് ടു പുട്ട് ഓഫ് ദ മീറ്റിംഗ്. നമുക്ക് ആ മീറ്റിംഗ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കണം എന്നുള്ള മീനിങ്. പുട്ട് ഓഫ് മീൻസ് ടു പോസ്റ്റ്പോൺ. പുട്ട് അസൈഡ്, ടു സേവ് ഫോർ ലേറ്റർ. അതായത് ഭാവിയിലേക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് പുട്ട് അസൈഡ്.
ഷി പുട്ട്സ് എസൈഡ് മണി എവറി മന്ത്. അവൾ എല്ലാ മാസവും പണം എന്താക്കി വെക്കാറുണ്ട്, മാറ്റി വെക്കാറുണ്ട്. നെക്സ്റ്റ് വൺ പുട്ടപ്പ് വിത്ത്, ടു ടോളറേറ്റ്. സഹിക്കുക എന്നുള്ള മീനിങ് ആണ്. പുട്ടപ്പ് വിത്തും ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഐ കാൺ പുട്ടപ്പ് വിത്ത് ദ നോയ്സ് എനിമോർ. എനിക്ക് ഈ ഒച്ചപ്പാട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനിയും സഹിക്കാൻ പറ്റില്ല എന്നുള്ള മീനിങ് ആണ് ടു ടോളറേറ്റ്. ദെൻ പുട്ട് ഔട്ട്, ടു എക്സ്റ്റിങ്വിഷ് ഫയർ, സിഗരറ്റ് ഓർ അപ്സെറ്റ്. അതായത് പുട്ട് ഔട്ട് എന്ന് പറയുമ്പോൾ ടു എക്സ്റ്റിങ്വിഷ് എന്നുള്ള മീനിങ് ആവാം, അതായത് കിടത്തുക എന്നുള്ള മീനിങ്, തീ കെടുത്തുക എന്നുള്ള മീനിങ് ആവാം, അല്ലെങ്കിൽ അപ്സെറ്റ് എന്നുള്ള മീനിങ് ആവാം. രണ്ടിനുള്ള എക്സാമ്പിൾ നോക്കാം. ഫയർ ഫൈറ്റേഴ്സ് പുട്ട് ഔട്ട് ദ ഫയർ. അതായത് ഫയർ ഫൈറ്റേഴ്സ് വന്ന് ആ തീ അണച്ചു. നെക്സ്റ്റ് മീനിങ് ഹിസ് കമൻറ്റ് റിയലി പുട്ട് ഹെർ ഔട്ട്. അതായത് അവൻ്റെ ആ കമൻറ്റ് അവളെ ശരിക്കും അപ്സെറ്റ് ആക്കി എന്നുള്ള മീനിങ് ആണ്. The next one, put together. Put together means to assemble or organize. He put together the furniture. അതായത് കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് put togetherൻ്റെ മീനിങ്. Then next one, put across, to explain successfully. വളരെ സക്സസ്ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് put acrossൻ്റെ മീനിങ്. എക്സാമ്പിൾ, ഷീ പുട്ട് ഹെർ ഐഡിയ അക്രോസ് വെരി ക്ലിയർലി. അവളുടെ ഐഡിയ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൊരു മീനിങ് ആണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിരുന്ന അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യൂ. താങ്ക്